നമസ്കാരം. ഉൾക്കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ്. മലയാളികളായ നമ്മൾക്ക് വേണമെങ്കിൽ ഇന്ന് മലയാള ഭാഷാ ദിനമാണെന്ന് കരുതാം. എല്ലാ മലയാളികളെയും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. അതായത് മലയാള ഭാഷ വളരുകയല്ല, ഇന്ന് താഴോട്ട് പോവുകയാണ്, അതായത് തളരുകയാണ്. കേരളം വളരുന്നു, പശ്ചിമഘട്ടവും കടന്നന്യമാം ദേശങ്ങളിൽ എന്നൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി പാല നാരായണൻ നായർ പാടിയിരിക്കുന്നത്. അത് സത്യമാണ് താനും. കേരളം സഹ്യപർവ്വതം മാത്രമല്ല, മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക്കും ഒക്കെ കടന്ന് അമേരിക്കയിലും യൂറോപ്പ്, അതായത് ബ്രിട്ടൻ, ജർമ്മനി, എന്തിന് ആരും അറിയപ്പെടാത്ത രാജ്യങ്ങളിൽ വരെ കേരളീയർ എത്തിക്കഴിഞ്ഞു. പക്ഷെ അതിനനുസരിച്ച് മലയാളം വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് സത്യസന്ധമായ മറുപടി. എന്താണ് ഒരു ഭാഷയെ വളർത്തുന്നത്? അപ്പോൾ പൊതുവേ നിങ്ങൾ പറയുമായിരിക്കാം, ഭാഷയെ വളർത്തുന്നത് സാഹിത്യകാരന്മാരാണ്, എഴുത്തുകാരാണ്, ചിന്തകരാണ്, മാധ്യമങ്ങളാണ്. ചുമ്മാ. ഭാഷയെ വളർത്തുന്നത് ഇവർക്കൊക്കെ ഒരു പങ്കുണ്ട്. പക്ഷേ ഭാഷയെ വളർത്തുന്നത് മുഖ്യമായും ഒരു നാടിൻ്റെ സമ്പത്തും സൈനിക ശക്തിയുമാണ്. വെറുതെ പറയുന്നതല്ല, ഞാൻ ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാഷയായത്? ലോകത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എല്ലാ രാജ്യക്കാരും ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ ലളിതം. നിങ്ങൾക്ക് ജോലി കിട്ടണോ, നിങ്ങൾക്ക് കച്ചവടം നടത്തണോ, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അതെന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടൻ, അതായത് യുണൈറ്റഡ് കിങ്ഡം ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തി, ഏറ്റവും ശക്തമായ സാമ്പത്തിക ശക്തിയും അവരായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇന്ന് ബ്രിട്ടൻ വലിയ ശക്തിയൊന്നുമല്ലല്ലോ, പിന്നെന്താ ഇപ്പോൾ ഇംഗ്ലീഷ്? മറുപടിയുണ്ട്. അമേരിക്കയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി. ഇപ്പം കാര്യം മനസ്സിലായോ? ഇത് തന്നെ കാര്യം. അപ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഗൾഫോ ഒന്ന്, അറബിയോ ഒന്ന്. ശരിയാണ്, അറബിയും ലോകത്തിലെ ശക്തമായ ഒരു ഭാഷകളിലൊന്നാണ്. കാരണം എന്താണ്? ഗൾഫിൻ്റെ സാമ്പത്തിക ശക്തി. ജോലി കിട്ടണമെങ്കിൽ ഗൾഫിൽ പോകണം. എല്ലാ മലയാളിയും ആഗ്രഹിക്കുന്ന, മലയാളിയുടെയും സ്വപ്നഭൂമിയാണ്. ആ വാഗ്ദത്ത ഭൂമിയിൽ പോയിട്ടാണ് മലയാളികളൊക്കെ ജീവിതം കെട്ടിപ്പടുത്തത്. അപ്പം അറബി ഭാഷ എന്തുകൊണ്ട് ശക്തമായി എന്നുള്ളതിന് ഇനി വിശദീകരണമൊന്നും വേണ്ടല്ലോ. മലയാളികൾക്ക് ജീവിക്കണമെങ്കിൽ കേരളത്തിന് പുറത്ത് പോകണം. ഉദാഹരണത്തിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ പോലും ബിസിനസ് തുടങ്ങാനായിട്ട് ബാംഗ്ലൂരിലാണ് പോയത്. കണ്ണൂരിൽ നിന്നാൽ കളി വേറെയാണ്, കാര്യം അവർക്കും അറിയാം. അപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു നാട്ടിൽ പോകുമ്പോൾ അവൻ്റെ ഭാഷ നമ്മൾ പഠിക്കും. ലോകത്തിലെല്ലാവരും ശക്തൻ്റെയും കരുത്തൻ്റെയും സംസ്കാരം, ഭാഷ, ജീവിത രീതി ഇതൊക്കെ അനുകരിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാവർക്കും കരുത്തനെ പോലെ ആവണം, എല്ലാവർക്കും ശക്തനെ പോലെ ആകണം. നമ്മൾ ഇപ്പം മറ്റു രാജ്യങ്ങളിലോട്ടൊന്നും നോക്കണ്ട. എന്തുകൊണ്ടാണ് മലയാളി ഹിന്ദി പഠിച്ചത്? പണ്ടൊക്കെ മലയാളി ജോലി തേടി പോയിരുന്നത് ബോംബെയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ, പഠിക്കാൻ ഭോപ്പാലിൽ പോകുമായിരുന്നു, അതല്ലെങ്കിൽ ലക്നൌവിൽ പോകും, പിന്നെ കൽക്കട്ടയിലുമൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മലയാളി ആ പ്രദേശങ്ങളിലെ ഭാഷ പഠിച്ചു, ഹിന്ദി പഠിച്ചു. അല്ലാതെ മലയാളിക്ക് ഹിന്ദി അറിയാവുന്ന മലയാളികളുടെ എണ്ണവും മലയാളം അറിയാവുന്ന ഹിന്ദിക്കാരുടെ എണ്ണവും എടുത്തു നോക്കും. കാര്യം ഇപ്പം നിങ്ങൾ തിരിച്ച് ചോദിക്കാൻ, ഇപ്പം കേരളത്തിൽ ജോലി ചെയ്യാൻ വരുന്ന അത് ഹിന്ദിക്കാരൊന്നുമല്ല കൂടുതലും, അത് ഒഡീഷ, ബംഗാൾ ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഈ ഒഡീഷ, ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ജാർഖണ്ഡ്, ഈ ഗോണ്ട് ഭാഷ സംസാരിക്കുന്ന ജാർഖണ്ഡ്, അവരുടെയൊക്കെ ഒരു ധാരണയെന്ന് പറയുന്നത് അവിടെയൊക്കെ കുറച്ച് വിദ്യാഭ്യാസമുള്ളവർക്കാണ് ഹിന്ദി അറിയാവുന്നത്. അപ്പോൾ ഹിന്ദി അറിയാൻ വയ്യാത്ത മലയാളിയോട് അവരുടെ പെരുമാറ്റം ഇത്തിരി മോശമായിരിക്കും, ഒരു പുച്ഛ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മനസ്സിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് ഇവിടെ ഹിന്ദി അറിയാൻ വയ്യാത്ത ആൾ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2-3 വർഷമേ ആയിട്ടുള്ളൂ, ഞാൻ ആലുവ വഴി വരുമ്പോൾ അവിടെ ഒരു തുണിക്കടയിൽ കയറി കുറച്ച്
തുണിയെടുക്കാൻ വേണ്ടി അവിടെ കയറി. അപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് ഹിന്ദി മാത്രമാണ് അറിയാവുന്നത്. അവിടെ പകച്ചു നിൽക്കുന്ന മലയാളിയുടെ യുവത്വവും വാർദ്ധക്യവും ആ ലിഫ്റ്റിന് മുന്നിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഹിന്ദി പറഞ്ഞാൽ അവൻ നമുക്ക് ആവശ്യമുള്ള ഫ്ലോറിൽ നമ്മളെ കൊണ്ടിറക്കും, അല്ലെങ്കിൽ നമ്മളവിടെ കാത്തുകെട്ട് നിൽക്കണം. അതാണ് നമ്മുടെ നാട്ടിൽ, അതായത് നമ്മൾക്ക് അവരെ ആണിന്ന് ആവശ്യം. അതുകൊണ്ടാണ് അവർ നമ്മുടെ ഭാഷ പഠിക്കാൻ പലരും മടിക്കുന്നത്. കുറച്ച് പേരൊക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, മലയാളം വളരണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ രവിപിള്ള, അതല്ലെങ്കിൽ യൂസഫ് അലി, ആസാദ് മൂപ്പൻ, PNC മേനോൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പോലും ഒരു 10-50 പേരുണ്ടാകണം. ജോലി തേടി മലയാളിയുടെ അടുത്തെത്തണം അന്യദേശക്കാർ. മലയാളി സാമ്പത്തികമായിട്ട്, ഇപ്പം സൈനികമായിട്ട് രാഷ്ട്രമല്ല, അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കാം. സാമ്പത്തികമായിട്ട് ശക്തനായാൽ തീർച്ചയായിട്ടും മലയാളം വളരും. അപ്പം കേരളം പുരോഗമിക്കണം. കേരളത്തിൽ വ്യവസായം വരണം. കേരളത്തിലെ ഒരുപാട് ബിസിനസ്സുകാരുണ്ടാകണം. ബിസിനസ്സൊന്നും മോശമല്ലെന്നേ. അപ്പം എങ്കിലേ ഭാഷ വളരും. അല്ലാതെ കാരശ്ശേരി മാഷ് മാതൃഭൂമിക്കകത്ത് ലേഖനം എഴുതിയതുകൊണ്ടോ കുറച്ച് മലയാള മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതിയതുകൊണ്ടോ എന്തെങ്കിലും പരിപാടികൾ നടത്തിയതുകൊണ്ടോ ഒന്നും മലയാളം വളരത്തില്ല. മലയാളം എന്നല്ല ഒരു ഭാഷയും വളരത്തില്ല. ഭാഷ വളരണോ, ആ ഭാഷ സംസാരിക്കുന്നവൻ ശക്തനാകണം. അപ്പം അങ്ങനെ ശക്തനാവാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. അവരിലൂടെ നമ്മുടെ ഭാഷയും വളരും, മലയാളവും വളരും. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതിയല്ലോ. നമസ്കാരം. വീണ്ടും കാണാം.